ഗുഡ് ഈവനിങ്. ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോലെ ഞാൻ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പം നമ്മൾ DTDC വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചീരയുടെ ഇത് കാണുമ്പോൾ പ്ലാൻ സെയിലാണെന്ന് പറഞ്ഞിട്ട് ചീരയാണല്ലോ കാണിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ. വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വാട്ടർമെലനാണ് കേട്ടോ. നമ്മുടെ തണ്ണിമത്തങ്ങ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ഇതൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പ്ലാൻ സെയിലോട്ട് കടക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ പ്ലാൻ സെയിലിൽ കുറച്ച് ബോഗൻവില്ലയുടെ തൈകളും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കളർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സുകളുടെ കളർ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കാണിക്കുന്നത്. നല്ല വെയിലായിരുന്നു. അപ്പം കുറേ പ്ലാന്റ്സുകളൊക്കെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബോഗൻവില്ലയിലെ കളറുകൾ. അപ്പോൾ ആ കളറുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് വരുന്ന കളറാണ് കേട്ടോ ഇത്. വൈറ്റും പിങ്കും കൂടെ ചേർന്നത്. അപ്പോൾ നമ്മുടെ ബോഗൻവില്ലയുടെ കളറുകൾ അറിയാത്തത് കൊണ്ട് ഞാൻ ഒരു പ്ലാന്റ് അതായത് 10 രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത്. കളറുകൾ അറിയാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു 10 പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ കിട്ടും എന്ന് വിചാരിക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. പിന്നെ ഒരു ഗ്രോ ബാഗിൽ ചിലപ്പോൾ 1, 2 ചിലപ്പോൾ 3 പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മൊത്തത്തിലായിരിക്കും നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ 1 രൂപയുടെ പെനിവേർഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പോട്ടായിരിക്കും 1 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. 15 രൂപയാണ്. നാരോ ലീഫിൻ്റെ സിങ്കോണിയമാണ്. 15 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ഡിഫൻ ബാച്ചിയല്ല കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വരുന്നത് ഇത് ഒരു നോർമൽ ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ്. 10 രൂപയായിട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇതിനും 10 രൂപയായിട്ടോ റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ. നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചിയല്ല. അപ്പോൾ ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ബേർഡ് നെസ്റ്റ് ഫേൺ ആണ് കേട്ടോ. ബേർഡ് നെസ്റ്റ് ഫേൺ ആണോ കോട്ടൺ ക്യാൻഡി ഫേൺ, 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. 10 രൂപയായിട്ട് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഒരു ലെമൺ യെല്ലോ കളർ വരുന്ന ഫിലോഡോണ്ടോൺ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഇതിന് 30 രൂപയായിട്ട് റേറ്റ് വരുന്നത്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡോണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ 5 രൂപയുടെ സിങ്കോണിയമാണ്. പിന്നെ വരുന്നത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ സാധാ അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആയ വാട്ടർമെലൻ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ടൈഗർ ഫേൺ ആണ് കേട്ടോ. ടൈഗർ ഫേണിൻ്റെ ഒരു ഭംഗിയുണ്ട്. ടൈഗർ ഫേൺ ആണ് 30 രൂപയായിട്ട് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ആണ് കേട്ടോ. സാറ്റിൻ പോത്തോസ് ആണ്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സാൻസവേരിയുടെ ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനും 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ അലൂമിനിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനും 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ 5 രൂപയുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു നോർമൽ ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ്. 10 രൂപയായിട്ട് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോഗൻവില്ലയുടെ പ്ലാന്റുകൾ കേട്ടോ. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഈ 2 പ്ലാന്റ്സിനും കൂടെ 10 രൂപയായിട്ട് റേറ്റ് വരുന്നത്. വേരുകളൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. കളർ ഏതാണെന്ന് അറിയില്ല. പിന്നെ വരുന്നത് നമ്മുടെ വെരിഗേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ക്രീപ്പിംഗ് ചാർലിയാണ് കേട്ടോ. ക്രീപ്പിംഗ് ചാർലിയാണ്. 10 രൂപയായിട്ട് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഒരു ഫിലോഡോണ്ടോൺ പ്ലാന്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ബുഷ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്. 10 രൂപയായിട്ട് റേറ്റ് വരുന്നത്.
പിന്നെ വരുന്നത് ഇതും ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു നാരോ ലീഫാണ്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ ഞാൻ അതിൻ്റെ വ്യത്യാസം കാണിച്ചു കേട്ടോ. ഇതിന് 15 രൂപ കേട്ടോ. ഇതാണ് മറ്റേത്. ലീഫിൻ്റെ വ്യത്യാസം കണ്ടോ. ഇതിന് 10, ഇതിന് 15 കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തരുമ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആയിരിക്കും തരുന്നത്. ഒരു പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഇതായിരിക്കും പ്ലാന്റ്. കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ. ഇതെല്ലാം ഒരെണ്ണത്തിൽ അത് 2-3 എണ്ണം ഇരിക്കുന്നത് ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഒത്തിരി പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ഇടയിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി പ്ലാന്റ്സുകളൊക്കെ പിടിപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ അകത്തോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നില്ല. പ്ലാന്റ്സുകൾ നിങ്ങളെ എടുത്ത് കാണിക്കാനായിട്ട്. ഈ ഡിഫൻ ബാച്ചിയുടെയൊക്കെ വലിയ പ്ലാന്റുകളുണ്ട് കേട്ടോ. 10 രൂപയായിട്ട് ഞാൻ കാണിച്ചത്. അതിൻ്റെ വലിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിനൊക്കെയാണ് 30 രൂപയാണ്. പിന്നെ ഇതൊരു ബോർഡർ ഗ്രാസിൽ വയ്ക്കുന്ന ഒരു ബോർഡർ ഗ്രാസ് ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. ക്രോട്ടൺ പ്ലാന്റൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഉങ്ങിയേറ്റത്തിരിക്കുന്ന നാരോ ലീഫിൻ്റെ അഗ്ലോണിമ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എടുത്ത് വെച്ചപ്പോൾ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഒരു രക്ഷയില്ല അതിൻ്റെ അകത്തോട്ട് കയറാൻ. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കൊതുകുകൾ. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ വീഡിയോ നിർത്തുവാണേ. കാരണം എനിക്കൊന്നും നിങ്ങളോട് പറഞ്ഞ് തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത സെയിൽ വീഡിയോയിൽ ഇതെല്ലാം ഒന്നും കൂടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ പ്ലാൻസുകളൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതുണ്ടോ ഈ പേർഷ്യൻ ഷീൽഡ്, ഈ ഒരു ബബിൾ പോലെയുള്ള അരേലിയ പ്ലാന്റൊക്കെയാണ്. ഈ ഒരു കലേഡിയം അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പേർഷ്യൻ ഷീൽഡൊന്നും ആയിട്ടില്ല കേട്ടോ. അതൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരു ഗ്രീൻ ലീഫിൻ്റെ കലേഡിയം കാണിച്ചില്ലായിരുന്നു. അതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. 20 രൂപയായിട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഒരു 30 രൂപയുടെ അലോക്കേഷ്യ കാണിച്ചില്ലായിരുന്നോ, അതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോ എടുത്ത് ഞാൻ നിർത്തുവാണ്. കാരണം എനിക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ. ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.